സുഹൃത്തുക്കളെ, ഇന്ന് സഹകരണം, കോപ്പറേഷൻ എന്ന അതിപ്രധാനമായ സുപ്രധാനമായ ഒരു വിഷയത്തിൻ്റെ 5ാമത് എപ്പിസോഡാണ്. അതിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും, ഉദ്യോഗാർത്ഥികളെയും സഹകാരികളെയും ഹാർദമായി. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ എക്സാമിനേഷൻ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു സുപ്രധാനമായ വീഡിയോയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി ആണ് ഇപ്പോൾ PSC ഈ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ പാഠഭാഗങ്ങൾ വളരെ വിശദമായി തന്നെ പഠിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇതിൻ്റെ സിലബസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പഠന സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒന്നുകൂടി സുസ്വാഗതം. സുഹൃത്തുക്കളെ, പകുതിയോളം മാർക്കിന്, നമ്മുടെ പരീക്ഷ 100 മാർക്കിനാണെന്ന് വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം. അതിൽ പകുതിയോളം മാർക്ക്, ഏകദേശം 50 മാർക്കിനോളം സഹകരണം അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്ന ഈ സുപ്രധാനമായ വിഷയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഫാസ്റ്റായിട്ട് നമുക്കിനി നോക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കിയ പാഠഭാഗത്തിന് ശേഷം ഈ 5ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു ഏരിയ ആണ്. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, വാട്ട് ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാട്ട് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന സുപ്രധാനമായ ഒരു പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വാക്ക്, ദ വേർഡ് പ്രിൻസിപ്പിൾ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം. കണ്ടില്ലേ? പ്രിൻസിപ്പിയം സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ. അതിൻ്റെ അർത്ഥം ദ ബേസിസ് എന്നാണ്, അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ക്രസ്റ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിന് നമ്മൾ അർത്ഥമാക്കുന്നത് ദ ബേസിസ്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. അതാണ് പ്രിൻസിപ്പിൾ, അതാണ് ഇതിൻ്റെ ബേസിസ്. ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാർ, നമ്മളതിനെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ഒട്ടനവധി ഡെഫിനിഷൻസ് ഉൾപ്പെടെ ഈ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ആ രീതിയിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഈ ഫൗണ്ടിങ് ഫാദേഴ്സ് എല്ലാം കൃത്യമായിട്ട് ചില തത്വങ്ങൾ അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് ഈ മേഖലയ്ക്ക് വേണ്ടി രൂപീകരിച്ച് നമുക്കായി തന്നിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ തത്വങ്ങളാണ് പ്രസ്ഥാനത്തിൻ്റെ ഭാവി പുരോഗതിക്ക് അടിസ്ഥാനം അല്ലെങ്കിൽ നിദാനം. ഈ തത്വങ്ങൾ ശരിയായി പ്രയോഗിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെയാണ്, അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ശരിയായ അർത്ഥത്തിൽ ഈ പ്രസ്ഥാനം, സഹകരണ പ്രസ്ഥാനം, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിജയത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ തലതൊട്ടപ്പന്മാർ അല്ലെങ്കിൽ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ ഗണത്തിൽ അഗ്രഗണ്യനായ ഏറ്റവും പ്രമുഖനായ പ്രൊഫസർ DG കാർവേ സഹകരണ പ്രിൻസിപ്പൽ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. Cooperative principle is a way of organizing and conducting cooperative activity. സിമ്പിളാണ് അദ്ദേഹം പറഞ്ഞത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് എ വേ, അതൊരു വഴിയാണ് ഓർഗനൈസ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും, സഹകരണ ആക്ടിവിറ്റികൾ ഓർഗനൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മാർഗം, ഒരു വഴിയാണ് ഈ പറയുന്ന സഹകരണ പ്രിൻസിപ്പിൾസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി വിച്ച് ഈസ് എൻ ഇൻഹറൻറ്റ് ആൻഡ് ഇൻഡിസ്പെൻസിബിൾ കറോളറി ഓഫ് ഐഡിയൽ. അപ്പോൾ നേരത്തെ നമുക്ക് സ്വായത്തമാക്കിയ ചില പ്രവൃത്തി പരിചയത്തിലൂടെ നമുക്കുണ്ട ചില തത്വങ്ങളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളായിരിക്കാം. ഇതാണ് സഹകരണ തത്വങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഈ ഡെഫിനിഷൻ നമുക്ക് എന്ത് മനസ്സിലായി? സഹകരണ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സഹകരണ തത്വങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഗൈഡ് ലൈൻസ് ആണ്, ഗ്രൗണ്ട് റൂളാണ്, അളവുകോലാണ്, അതുപോലെ ബേസിസ് ആണ്, അടിസ്ഥാനമാണ്, പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. എന്താണ് ദ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1860 യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പിൾ, ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്.
അത് മുതലാണ് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ നമുക്ക് ഉണ്ടാകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് സാധ്യതയുള്ള ഒരു സെൻറ്റൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ ദ റോക്കഡേൽ പൈനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ 1860. പിന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണല്ലോ ഇതിൻ്റെ അവസാന വാക്കെന്ന് പറയുക. അപ്പോൾ ICA പിന്നെ അതിൽ വേണ്ട കറക്ഷൻസ് 1937 വരുത്തിയിട്ടുണ്ട്. പിന്നെ തുടർന്ന് പല കറക്ഷൻസും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. 1966 തുടർന്ന് 1995 ഈ റോക്കഡേൽ പൈനേഴ്സിൻ്റെ സഹകരണ തത്വങ്ങളിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ആദ്യമേ നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ പ്രിൻസിപ്പിൾസ് ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് തരുന്നത് റോക്കഡേൽ പൈനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1860 അതിൽ ചേഞ്ചസ് ICA വരുത്തിയത് 1937 പിന്നീട് 1966 1995 ഇതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ്. കോപ്പറേറ്റീവ് മേഖലയിൽ, സഹകരണ മേഖലയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ് ജോർജ് ഡെവിഡോനിക്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺസ് ദ ലൈഫ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇത് പറഞ്ഞത് ഡെവിഡോനിക്കിൻ്റെ അഭിപ്രായത്തിൽ they are set of rules which governs the life activity of cooperative organization എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷനെ സംബന്ധിച്ച് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട രണ്ട് പേരുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ആശയവും എന്താണെന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു. അത് വ്യക്തമായി മനസ്സിലാക്കുക. 2 ഒബ്ജക്റ്റീവ് ടൈപ്പിന് 2-3 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള മേഖലയാണ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം പ്രിൻസിപ്പിയം എന്ന് ഞാൻ പറഞ്ഞു. DG കാർവേയുടെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ജോർജ് ഡെവിഡോണിക്കിൻ്റെ അഭിപ്രായത്തിൽ കോപ്പറേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇത് മൂന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷണറി സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 4 സ്റ്റേജസ് ആണ് കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജുകൾ കടന്നാണ് ഇന്ന് കാണുന്ന സഹകരണ തത്വത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോക്കഡേൽ പൈനിയേഴ്സ് സ്റ്റേജ്. ഫസ്റ്റ് വൺ റോക്കഡേൽ പൈനിയേഴ്സ്, കാണുന്നില്ലേ? സെക്കൻഡ് സ്റ്റേജ് ഈസ് ICA പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഞാൻ പിന്നീട് പറഞ്ഞു റോക്കഡേൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിനെ ICA പല ഘട്ടത്തിലും റീഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ICA പ്രിൻസിപ്പിൾസ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ICA കാർവേ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പറയുക. ICA കാർവേ പ്രിൻസിപ്പിൾ. ഫോർത്ത് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ICA 1995 പ്രിൻസിപ്പിൾസ്. ICA 1995 പ്രിൻസിപ്പിൾസ്. അപ്പം സ്റ്റേജസ് 4 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷൻ 4 സ്റ്റേജസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് റോക്കഡേൽ പൈനിയേഴ്സ്, സെക്കൻഡ് സ്റ്റേജ് ICA പ്രിൻസിപ്പിൾസ്, തേർഡ് സ്റ്റേജ് ICA കാർവേ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർത്ത് സ്റ്റേജ് ICA 1995 പ്രിൻസിപ്പിൾസ്. മനസ്സിലായല്ലോ? വെരി ഇമ്പോർട്ടൻറ്റ്. സുഹൃത്തുക്കളെ, ഈ എവല്യൂഷണറി സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ്, അതായത് റോക്കഡേൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്ക് വിശദമാക്കാം. 1760-നും 1844 കാലഘട്ടത്തിനും ഇടയിൽ നമ്മുടെ ലോകത്ത് പല തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പല രീതിയിലും പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ ആ സഹകാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് പറയാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്നത് 1760-ലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. 1760-ലാണ് ലോകത്തിൽ ആദ്യത്തെ സഹകരണ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്നത്. അത് 2 പേര് ചേർന്നിട്ടാണ്. ഒന്ന് ഓൾവിക് ആൻഡ് കാട്ടൺ എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ട്, എൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഓൾവിക് ആൻഡ് കാട്ടൺ 2 പേര് ചേർന്നിട്ട് ഒരു സഹകരണ സൊസൈറ്റി 1760 ആരംഭിച്ചതായിട്ട് നമ്മൾ കരുതപ്പെടുകയാണ്. അതിനെയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവർ ഫോംഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അതിനെയാണ്. അപ്പോൾ അതൊന്നും സക്സസ് ആയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, 21 ഡിസംബർ 1844 1844 ഡിസംബർ 21 ആ ഡേറ്റിന് അതിപ്രധാനം, സഹകരണ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റാണ്.
1844 ഡിസംബർ 21. അത് ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 28 ഫ്ലാനൽ വീവേഴ്സ്, നൂൽപ്പുകാരാണ് അത് ആക്ച്വലി. ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ട് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നു. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, വിജയകരമായ ഒരു തുടക്കമായിട്ട് നമ്മൾ കരുതുന്നത്. അവരെയാണ് പയനിയേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ആയിട്ട് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് എന്താണ്? 1844 ഡിസംബർ 21 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ട് എവിടെയാണ്? ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നു. എന്തിനു വേണ്ടി? വീവേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നൂൽപ്പ് ഉപജീവന മാർഗം ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാനൽ വീവേഴ്സ് ഈ ഒരു സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ റോക്ക്ഡെയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പിൽക്കാലത്ത് നമ്മൾ വിളിച്ചതും. ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച വിജയപഥത്തിലേക്ക് ആ സംഘത്തിനെ കൊണ്ടെത്തിക്കാൻ റോക്ക്ഡെയിൽ പൈനിയേഴ്സിനായിട്ടുണ്ട്. പിന്നീട് ജനറൽ ബോഡിയിൽ വെച്ചിട്ട് അവർ ഈ പ്രിൻസിപ്പിൾസ് ഈ പൈനിയേഴ്സ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സംഘത്തിൻ്റെ ജനറൽ ബോഡിയിൽ ഈ പ്രിൻസിപ്പിൾസിനെ അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിനെയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. അവ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിൻഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഈ എവല്യൂഷൻ പഠിക്കാൻ ആദ്യത്തെ 2 സ്റ്റേജിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരാം. നിങ്ങളത് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ 2 സ്റ്റേജിന് നിങ്ങൾ ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. ആ ലെറ്റേഴ്സ് ഓഡൽ പെക്ക, മനസ്സിലാക്കുക, ഓഡൽ പെക്ക, ODELPEC നിങ്ങൾ കാണുന്നില്ലേ? അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അതിൻ്റെ പ്രിൻസിപ്പിൾസിനും സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ICA പ്രിൻസിപ്പിൾസിനും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. ആ ഒരു ഷോർട്ട് കട്ടാണ് ഓഡൽ പെക്ക്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഷോർട്ട് കട്ടിൻ്റെ ഈ ഓഡൽ പെക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ O സ്റ്റാൻഡ്സ് ഫോർ വാട്ട് ഈസ് ഓപ്പൺ മെമ്പർഷിപ്പ്. മനസ്സിലാക്കി വെക്കുക. ഫോർ ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു സംഘത്തിൻ്റെ മെമ്പർഷിപ്പ് അംഗത്വം എല്ലാവർക്കും തുല്യമായ അവകാശത്തോടു കൂടി തുറന്ന പുസ്തകമായിട്ട് തുറന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ് മീൻസ് മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ. Membership of the society is open to all those who belongs to the area of operation of the society and those who needs the service of the society. ഇത്ര തന്നെ. ദെൻ ഇവിടെ സെക്കൻഡ് ലെറ്റർ D, ഓഡൽ പെക്കാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട്. അതിൻ്റെ സെക്കൻഡ് ലെറ്റർ D ഫോർ ഡെമോക്രാറ്റിക് കൺട്രോൾ. സിമ്പിൾ. D ഫോർ ഡെമോക്രാറ്റിക് കൺട്രോൾ. എന്താണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിൻ്റെ മാനേജ്മെൻറ്റ്, ഭരണസമിതി എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ഡെമോക്രാറ്റിക്കലി. ജനാധിപത്യപരമായിട്ടുള്ള ഭരണ സംവിധാനമായിരിക്കണം ഒരു സംഘത്തിൽ വരേണ്ടത് എന്നാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനാധിപത്യ ഭരണ സംവിധാനം വേണം. അപ്പോൾ അതിൻ്റെ ഇലക്റ്റഡ് ബോഡി ആയിരിക്കണം അതിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് എല്ലാം ചെയ്യേണ്ടത് എന്ന ഒറ്റ ധാരണയാണ് അത് ഡെമോക്രാറ്റിക് കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ എന്താണ് നമ്മൾ കണ്ടു. ഇനി തേർഡ് ലെറ്റർ E. വാട്ട് ഈസ് E? ഒരു കാര്യം മാത്രം സുഹൃത്തുക്കൾ ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിനും, ദാറ്റ് ഈസ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ കേസിലും നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലുള്ള ICA പ്രിൻസിപ്പിൾസിൻ്റെ കേസിലും കോമൺ ആയിട്ടുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിച്ചു. അതിൽ മൂന്നാമത്തെ ലെറ്ററാണ് E. ആക്ച്വലി E4 എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറയുന്ന എക്സൈറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് ICA പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേജിലാണ് നമ്മൾ E എന്ന് പറയുന്ന ലെറ്റർ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇവിടെയും ആ അർത്ഥത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. എന്താണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറയാൻ? ഒരു സംഘമുണ്ടാക്കുന്ന ലാഭം തുല്യമായി വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ അംഗങ്ങൾക്കും തുല്യമായി വീതിക്കുക എന്നുള്ള ജനാധിപത്യ സംവിധാനം തന്നെയാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്.
അല്ലെങ്കിൽ ലാഭം തുല്യമായി വീതിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാന തത്വം. അതാണ് ഈ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഫോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഇവിടെ നമ്മൾ ഈ എന്ന് പറയുന്ന ലെറ്ററിനെ ഒന്ന് മാറ്റി യഥാർത്ഥത്തിൽ പാട്രണേജ് ഡിവിഡൻഡ് എന്നാണ് ആ വാക്ക്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ റോക്കഡെയിൽ പൈനിയേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന വാക്ക് എന്താണ്? പാട്രണേജ് ഡിവിഡൻഡ്. എന്താണ് പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസിൽ പറഞ്ഞ സംഭവം തന്നെയാണ്, അവർ വേറൊരു വാക്കിൽ പറഞ്ഞതേ ഉള്ളൂ. പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടാനുള്ള അവകാശം തുല്യം. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺ an equitable manner, style. Nobody gets a special privilege on the receiving the dividend. അതാണ് നമ്മൾ പാട്രണേജ് ഡിവിഡൻഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തന്നെയാണല്ലോ നമ്മൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസിലും പഠിച്ചത്. അതുകൊണ്ടാണ് ആ പാട്രണേജ് ഡിവിഡൻഡ് പറയുന്ന പി എന്ന വാക്കിന് പകരം ഞാൻ ഇ എന്നുള്ള ലെറ്റർ അവിടെ ചേർത്തത്. കാരണം രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രം സുഹൃത്തുക്കൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ ഇ എന്ന് പറയുന്നത് പാട്രണേജ് ഡിവിഡൻഡ് ആയിട്ട് ഒരേ അർത്ഥത്തിൽ വരുന്ന മീനിങ് ആയതുകൊണ്ട് അവിടെ ചേർക്കുക എന്നുള്ളത് മാത്രം. ഷോർട്ട് കട്ടിൻ്റെ ഓഡൽ പെക്ക എന്ന് പറയുന്ന നാലാമത്തെ ലെറ്റർ ഈസ് എൽ. എൽ സ്റ്റാൻഡ്സ് ഫോർ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിമ്പിളാണ്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് പരിമിതമായ പലിശ മാത്രം, ഹ്യൂജ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലിനില്ല എന്നാണ് ഈ ഒരു സഹകരണ തത്വത്തിൽ റോക്കഡെയിൽ പൈനിയേഴ്സ് നാലാമതായി പറയുന്നത്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിമ്പിളാണ് സംഗതി. ക്യാപിറ്റലിന് പരിമിതമായ പലിശ മാത്രം, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഓഡൽ പെക്കിൻ്റെ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ മെമ്പർഷിപ്പ്, D4 ഡെമോക്രാറ്റിക് കൺട്രോൾ, E4 അവിടെ E4 നമ്മളിവിടെ പറയേണ്ടത് പാട്രണേജ് ഡിവിഡൻഡ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് നമ്മൾ അടുത്തതിൽ കാണും. രണ്ടും ആശയം ഒന്ന് ആയതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ലെറ്റർ രണ്ടിലും പെടുത്തി നമ്മൾ പോകുന്നത്. എൽ ഫോർ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് നോക്കാം. 5ാമത്തെ ലെറ്റർ ആണ് പി. പി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി ഓടി വരുന്ന ആ വാക്ക് തന്നെ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്സ് ആണ്. അപ്പോൾ പി സ്റ്റാൻഡ്സ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈനിയേഴ്സ്, ഇതിൻ്റെ ഫൗണ്ടർ ഫാദേഴ്സ് ഒരു കാര്യം പറഞ്ഞു. the pioneers were to remain neutral in political and religious matters എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ മതപരമായ കാര്യങ്ങളിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ വലിയ ആവേശം വേണ്ട, അത് ഒരു ന്യൂട്രലായിട്ട് പോകണം. സുഹൃത്തുക്കളെ, നമുക്കറിയാം ചില സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് സമദൂര സിദ്ധാന്തം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളോടൊന്നും തന്നെ നമുക്ക് പ്രാമുഖ്യമില്ല, എല്ലാവരോടും തുല്യ അകലം കീപ്പ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളൊരു പടി കൂടി കടന്ന് പൊളിറ്റിക്സുമായിട്ടുമില്ല മതപരമായിട്ടുമില്ല, രണ്ടുമായിട്ടും നമുക്ക് തുല്യ അകലമാണ് ഉള്ളത്. നമുക്ക് പ്രത്യേക താല്പര്യം രണ്ടിനോടുമില്ല. ഇത് സഹകരണമാണ്. അതാണ് നമ്മുടെ ഇവിടെ വിവക്ഷിക്കുന്നത്. E4 ആദ്യം ഓടി വരുന്നത് തന്നെയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ സഹകരണ പരിശീലനം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ആ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പൈനിയേഴ്സ് എപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടുള്ളത്? ദേ ഡിസൈഡ് ടു സ്പെൻഡ് ദ പോർഷൻ ഓഫ് ദെയർ സർപ്ലസ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അത് തന്നെയാണ് സഹകരണ തത്വങ്ങൾ. അതിൻ്റെ പരിശീലനം, സഹകരണ മേഖലയെക്കുറിച്ചുള്ള പരിശീലനം ഇല്ലാതെ ഈ മേഖല സക്സീഡ് ആവില്ല, വിജയിക്കില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവാണ് റോക്കഡെയിൽ പൈനിയേഴ്സിന് പ്രിൻസിപ്പളിൻ്റെ ഗണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ നിമിത്തമായിട്ടുള്ളത്. E4 എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. E4 എഡ്യൂക്കേഷൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുമ്പോൾ സി സ്റ്റാൻഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്യാഷ് ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ക്യാഷ് ട്രേഡിംഗ്. C4 ക്യാഷ് ട്രേഡിംഗ്. എന്താണ് ക്യാഷ് ട്രേഡിംഗ്? ഏതൊരു പ്രസ്ഥാനമായിരുന്നാലും ക്യാഷ് സെയിൽസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല സ്ഥാപനങ്ങളും, സഹകരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, പല സോൾ ട്രേഡർ ആയിരുന്നാലും പാർട്ണർഷിപ്പ് ആയിരുന്നാലും കമ്പനി ആയിരുന്നാലും പല സ്ഥാപനങ്ങളും റൂയിൻഡായി പോകുന്നത്, നശിച്ചു പോകുന്നത് പ്രധാനമായിട്ടും ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നൊരു സംഗതി പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ തിരിച്ചടവ് മുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, ക്യാഷ് സെയിലിന് മുന്തിയ പരിഗണന കൊടുക്കണം എന്ന് പ്രിൻസിപ്പിളിൽ തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് ക്യാഷ് ട്രേഡിംഗ്. അപ്പോൾ ദ പൈനിയേഴ്സ് അഡോപ്റ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്യാഷ് സെയിൽസ് ടു വിച്ച് ദേ സ്ട്രിക്ട്ലി അഥേർഡ് എന്നാണ് നമ്മൾ പറയുക അതിനകത്ത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ക്യാഷ് സെയിൽസ് മാത്രം, ക്രെഡിറ്റ് സെയിൽസ് ഇല്ല. ഇതാണ് റോക്കഡെയിൽ പൈനിയേഴ്സിൻ്റെ വിജയമന്ത്രമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു തത്വം. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്,
റോക്കഡേൽ പൈനേഴ്സിൻ്റെ തത്വങ്ങൾ 7. ആ പ്രിൻസിപ്പൽ 7 നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞു, ഓഡൽ പെക്ക. അതിൽ O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ മെമ്പർഷിപ്പ്, D4 ഡെമോക്രാറ്റിക് കൺട്രോൾ, E4 അവിടെ ചെറിയൊരു മാറ്റം നമ്മൾ പറഞ്ഞു, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് E എന്ന് പറയേണ്ടത്, അതിന് പകരം നമ്മൾ ഇവിടെ പാറ്റർനേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നു. L4 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഓഡലായി. ഇനി പെക്കെന്താ? P4 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി നമ്മൾ കണ്ടു. ദെൻ E4 എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം. ദെൻ C4 ക്യാഷ് ട്രേഡിംഗ്. ഇത് നമ്മൾ ക്രോക്കഡൈൽ പൈനീയേഴ്സിൻ്റെ സഹകരണ തത്വങ്ങൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൂട്ടുകാർക്ക് ഈ ഒരു ഷോർട്ട് കട്ടിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് അടുത്ത സെഷൻ നോക്കാം. ഈ പ്രിൻസിപ്പിൾസിൻ്റെ എവല്യൂഷനിൽ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ നേരത്തെ കണ്ടു. ICA പ്രിൻസിപ്പിൾസ് ആണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. വെരി സിമ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ച അതേ തത്വങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ വീണ്ടും വേറൊരു അർത്ഥത്തിൽ, വേറൊരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഷോർട്ട് കട്ടോടുകൂടി അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ICAയുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ICA, അത് സെക്കൻഡ് സ്റ്റേജാണ്. അതിനെ ഇങ്ങനെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു പോയിന്റ്, 1934 1934 ICAയുടെ ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ റോക്കഡൈൽ പൈനേഴ്സിൻ്റെ തത്വങ്ങളാണല്ലോ നിലവിൽ ഉണ്ടായിരുന്നത്. ആ തത്വങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം. അവരൊരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി 1937 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ 1934 ICAയുടെ ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചാണ് ഈ റോക്കഡൈൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനൊരു കമ്മിറ്റി വയ്ക്കുന്നു. ആ കമ്മിറ്റി ഈ തത്വങ്ങൾ പഠിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി 1937 1937 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇവർ ഈ കമ്മിറ്റി ഇതിനെ പഠിച്ച് റീക്ലാസിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തു എങ്കിലും വലിയ കാതലായ മാറ്റങ്ങൾ ഈ റോക്കഡൈൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിൽ ഈ ICA വരുത്തിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, 7 പ്രിൻസിപ്പിളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിന് ഷോർട്ട് കട്ടോടുകൂടി നമ്മൾ ഓഡൽ പെക്ക എന്നും വിളിച്ചു. അത് നമ്മൾ അറിഞ്ഞാൽ മതി, നിങ്ങളെ സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി. പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാനിവിടെ നിങ്ങളോട് രഹസ്യമായി പറഞ്ഞത്, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ എന്താ? അത് ഓഡൽ കാണുന്നില്ലേ? ODEL, ഓഡൽ പെക്കിൻ്റെ ഫസ്റ്റ് പോർഷൻ. പിന്നെ രണ്ടാമത് വരുന്ന പെക്ക, PEC എന്ന് പറയുന്ന സെക്കൻഡ് പോർഷൻ. ഇങ്ങനെ 2 പോർഷൻസ് ആയിട്ടാണ് ഈ ICA ഈ 7 തത്വങ്ങളെ വീതിച്ചു വച്ചത്. അവർ അതിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും പിന്നെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും പേരും കൊടുത്തു. അപ്പോൾ ആദ്യത്തെ 4 പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് ICA വിളിച്ചു. രണ്ടാമത്തെ 3 പ്രിൻസിപ്പിളിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും വിളിച്ചു. ഇനി ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കാം. നേരത്തെ കണ്ടതായതുകൊണ്ട് വളരെ സമയം അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഈ ICAയുടെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആകെ 7 പ്രിൻസിപ്പിളിൽ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. അത് പറയാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു. ഓഡൽ പെക്കിൽ ആദ്യത്തെ ഓഡൽ, O സ്റ്റാൻഡ്സ് ഫോർ എന്താ? ഓപ്പൺ മെമ്പർഷിപ്പ്. പഴയതിലും അത് തന്നെയായിരുന്നു അല്ലേ? റോക്കഡൈൽ പൈനേഴ്സിൻ്റെയിലും അത് തന്നെയായിരുന്നു. ഓപ്പൺ മെമ്പർഷിപ്പ് എന്നാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് അത് വീണ്ടും നമ്മൾ സമയം കളയുന്നില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ICA. രണ്ടാമത് ഓഡലിൻ്റെ D ഫോർ വോട്ട്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. അത് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് അവിടെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. അത് രണ്ടും വസ്തുത, അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് തന്നെ ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. തേർഡ് വൺ ഞാൻ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ ഒരു സംഗതി ഓഡൽ പെക്കിൻ്റെ ആണ്. എന്താണ് എന്താണ്? പാട്രണേജ് ഡിവിഡൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെയാണ് ആക്ച്വലി ഈയുടെ കറക്റ്റായിട്ട് ആ വേർഡ് പറയുക. E4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അത് നമ്മളിവിടെ ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. സർപ്ലസ് തുല്യമായി വീതിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. E4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആൻഡ് L ഫോർ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് പരിമിതമായ പലിശ മാത്രം. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എന്താണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എസെൻഷ്യൽ അല്ലെങ്കിൽ ഓബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ് എന്നും പറയും. അതുപോലെ തന്നെ എസെൻഷ്യൽ അല്ലാത്ത 3 പ്രിൻസിപ്പിൾ ഇനി വരുന്നുണ്ട്. അതിനെ നോൺ എസെൻഷ്യൽ എന്നും പറയും. അതെന്താണ്? പെക്ക. P എന്താണ്? P4
അത് നമ്മൾ നേരത്തെ കണ്ടു. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, അതിന് ഒരു തുല്യ അകലം രണ്ടിനോടും പാലിക്കണം. രണ്ടിലുമില്ല, നമ്മൾ രണ്ടിലുമില്ല, പൊളിറ്റിക്സിലുമില്ല, റിലീജിയനിലുമില്ല. നമ്മുടെ സഹകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റിയാണ്. അതാണ് പി. ദെൻ ഇതിൽ വരുന്ന ഇ എന്താണ്? അത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അവസാനം കണ്ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ തൊട്ടു മുന്നേ കണ്ടു, പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇ ഫോർ എഡ്യൂക്കേഷൻ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈസ് സി. സി സ്റ്റാൻഡ്സ് ഫോർ ക്യാഷ് ട്രേഡിംഗ്. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ട ഒരു സംഗതിയാണ്. സി ഫോർ ക്യാഷ് ട്രേഡിംഗ്. ക്യാഷ് സെയിൽസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, ക്രെഡിറ്റ് സെയിൽ ഇവിടെ ഇല്ല എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെയും. അങ്ങനെയാണെങ്കിൽ ICയുടെ പ്രിൻസിപ്പിളിൽ 7 പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ രണ്ടിനെയും ഓഡൽ പെക്ക എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിൽ വയ്ക്കും. അത് എഴുതുമ്പോൾ ആദ്യത്തെ റോക്കഡൈൽ പൈനേഴ്സിന് E4 പാറ്റേണേജ് ഡിവിഡൻഡ് എന്ന് പറയും. ഇവിടെ E4 എന്താണ്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസ് എന്ന് പറയും. ബാക്കി എല്ലാം ഒന്ന് തന്നെ. ഓഡൽ പെക്ക ഒന്നുകൂടെ പറയുക. ഓപ്പൺ മെമ്പർഷിപ്പ്, O for ഓപ്പൺ മെമ്പർഷിപ്പ്, D for ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, E for ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസ്, L for ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് 4 കൂടി വാരിക്കെട്ടി എസെൻഷ്യൽസ് എന്ന് പറയും. പിന്നെ P for പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, E for കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനൽ C for ക്യാഷ് ട്രേഡിംഗ്. ഇത് 3നെയും കൂടി ചേർത്ത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും പറയും. ഈ 7 എണ്ണമാണ് ICAയുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. സെക്കൻഡ് സ്റ്റേജ്. മനസ്സിലായല്ലോ? സിമ്പിളാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇതിൽ എവല്യൂഷനിൽ അവശേഷിക്കുന്ന 2 സ്റ്റേജസും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒട്ടനവധി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായി ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. അതുവരെ സ്റ്റേ വിത്ത് മീ, ബി ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.